4 subtracted from 5 times of a number gives 6. What is the number? അതായത് ഒരു നമ്പറിൻ്റെ 5 ടൈംസിൽ നിന്നും 4 സബ്ട്രാക്ട് ചെയ്താൽ എന്ത് കിട്ടും? 6 കിട്ടും അല്ലേ? അപ്പോൾ ആ നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്പർ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ 5 ടൈംസ് ദ നമ്പർ എന്ന് പറഞ്ഞാൽ 5x മൈനസ് എന്താണ് സബ്ട്രാക്ട് ചെയ്യുന്നത്? 4 അല്ലേ? അപ്പോൾ 5x മൈനസ് 4 ഈസിക്കൽ ടു എന്ത് കിട്ടുന്നു? ഗിവ് 6 ആണ് അല്ലേ? ഈസിക്കൽ ടു 6. അപ്പോൾ ഇതിൽ നിന്ന് എക്സ് കാണാം. അതിന് വേണ്ടിയിട്ട് 4നെ ഇവിടെ മൈനസ് ചെയ്തേക്കുമല്ലേ? മൈനസ് 4നെ കൽപ്പിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് 4 ആകും. സോ 5x ഈസിക്കൽ ടു 6 പ്ലസ് 4. 6 പ്ലസ് 4 എത്രയാണ്? 10 ആണല്ലേ? സോ ദിസ് ഈസ് 10. 5x 10 ആണ്. അപ്പോൾ എക്സ് എന്തായിരിക്കും? ഈ 5നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ? അപ്പോൾ ഇൻറ്റു 5നെ കൽപ്പിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 5 ആകും. സോ എക്സ് ഈസിക്കൽ ടു 10/5. അത് എത്രയാണ്? 2 ആണല്ലേ? അപ്പോൾ എക്സ് 2 ആണ്. സോ ദ ആൻസർ ഈസ് ബി ആണ് ആൻസർ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗിവ്സ് -2 ആസ് ദ ആൻസർ? ഇതിൽ ഏതാണ് -2 ആൻസർ കിട്ടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡി ആണ് അല്ലേ? ഓപ്ഷൻ ഡി ആണ്. കാരണം എന്താ? 5 - 7 എത്രയാണ്? 7 - 5 2 ആണ്. അപ്പോൾ 5 - 7 -2 ആണ്. ഓക്കെ, ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ ഇൻ ദ ഗിവൻ ടേബിൾ. തന്നിരിക്കുന്ന പട്ടികയിൽ വിട്ടുപോയ സംഖ്യ എഴുതുക. അപ്പോൾ നമുക്കറിയാം ഈ 20 × 20 ആണ് 400, 20 × 4 ആണ് 80, 4 × 20 ആണ് 80. അപ്പോൾ ഇവിടെ എന്ത് വരും? 4 × 4 അല്ലേ? 4 × 4 എത്ര? 16 ആണല്ലേ? സോ ദ ആൻസർ എന്താ? ഡി ആണ്. ഓക്കെ, 16 ആണ് ആൻസർ. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് 1, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ കോഡ് passes through the center of circle. Statement 2, any point at the same distance from the endpoints of a line lies on the perpendicular bisector. അല്ലേ? അപ്പോൾ സെൻറ്റർ എന്താണ്? സർക്കിളിലെ 2 പോയിന്റ്സിൽ നിന്നും, എല്ലാ പോയിന്റ്സിൽ നിന്നും ഒരേ ഡിസ്റ്റൻസിലുള്ള പോയിന്റ് ആണ് അല്ലേ? അപ്പോൾ ഈ കോഡിൻ്റെ എൻഡ്സിലുള്ള പോയിന്റ്സിൽ നിന്നും സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. അതുകൊണ്ട് കോഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ സർക്കിളിൻ്റെ സെൻറ്റർ ഉണ്ടാവും അല്ലേ? അപ്പോൾ എന്താണ്? ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ദ റീസൺ ഫോർ സ്റ്റേറ്റ്മെൻറ്റ് 1 അല്ലേ? സി ആണ് ആൻസർ. ഓക്കെ, എ പേഴ്സൺ bought 2 bags and 3 umbrellas for 2,300 rupees. The price of 3 umbrellas is 900 rupees. What is the price of an umbrella? അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പ്രൈസ് ഓഫ് 3 umbrellas 900 rupees ആണ്. ഓക്കെ, അപ്പോൾ പ്രൈസ് ഓഫ് 1 umbrella എന്തായിരിക്കും? അത് കാണാൻ വേണ്ടിയിട്ട് ഈ 3 ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 3 ആകും അല്ലേ? അപ്പോൾ 900/3 ദാറ്റ് ഈസ് എന്താണ്? 300 rupees ആണ്. ഓക്കെ, പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ബാഗ്? പ്രൈസ് ഓഫ് ബാഗ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രൈസ് ഓഫ് 2 bags and 3 umbrellas എത്ര? 900 rupees ആണ് അല്ലേ? അപ്പോൾ പ്രൈസ് ഓഫ് 2 bags പ്ലസ് പ്രൈസ് ഓഫ് 3 umbrellas. 3 umbrellasൻ്റെ പ്രൈസ് നമ്മൾ കണ്ടാൽ 900 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ പ്ലസ് 900 ഈസിക്കൽ ടു എന്താണ്? 2300 ആണ്. അപ്പോൾ പ്രൈസ് ഓഫ് 2 bags കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 900നെ ഇവിടെ ആഡ് ചെയ്തേക്കില്ലേ? അപ്പോൾ പ്ലസ് 900നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -900 ആകും. സോ പ്രൈസ് ഓഫ് 2 bags ഈസ് ഈക്വൽ ടു 2300 മൈനസ് 900. അത് എത്രയാണ്? 1400 ആണ് അല്ലേ? അപ്പോൾ പ്രൈസ് ഓഫ് 2 bags 1400. അപ്പോൾ പ്രൈസ് ഓഫ് 1 bag ആണെങ്കിൽ എന്ത് ചെയ്യണം? ഈ 2നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 2 ആകും. സോ പ്രൈസ് ഓഫ് 1 bag എന്താണ്? 1400/2. ഇത്രയാണ് 700 rupees. ഡ്രോ ആൻ ആംഗിൾ ഓഫ് 32.5 degree. അപ്പോൾ 32.5 degree പ്രൊട്രാക്ടറിൽ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ഡബിൾ എടുക്കാം. 32.5ൻ്റെ ഡബിൾ എത്രയാണ്? 32.5 പ്ലസ് 32.5 65 degree ആണ് അല്ലേ? അപ്പം ഒരു 65 degree ആംഗിൾ വരച്ചിട്ട് അതിനൊരു ബൈസെക്ടർ വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ പകുതിയായ 32.5 degree കിട്ടും. അപ്പോൾ ആദ്യം ഒരു ലൈൻ വരയ്ക്കാം. അതിൻ്റെ ഒരു എൻഡിൽ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വയ്ക്കാം. പ്രൊട്രാക്ടറിലെ 0 ഈ ലൈനിൽ വരുന്ന വിധത്തിൽ വയ്ക്കാം. എന്നിട്ട് 0യിൽ നിന്ന് 65 degree ആംഗിൾ മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 0, 20, 40, 60, 65 വരുന്നത് ഇവിടെയാണ്. സോ നമുക്ക് അവിടെ ഒരു പോയിന്റ് ഇടാം. ഈ പോയിന്റിൽ നിന്നും പ്രൊട്രാക്ടറിലെ സെൻറ്റർ വെച്ച പോയിന്റിലേക്ക് ജോയിൻ ചെയ്താൽ 65 degree ആംഗിളുള്ള ലൈൻ കിട്ടി. ഇനി നമുക്ക് ഇതിനൊരു ബൈസെക്ടർ വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട്
ഇഷ്ടമുള്ള ഒരു ചെറിയൊരു കോമ്പസ് ലെങ്ത് എടുത്തിട്ട് കോമ്പസിൻ്റെ നീഡിൽ ഈ പോയിന്റിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. ഈ ആർക്ക് നമ്മുടെ ആംഗിളിൻ്റെ ലൈനിനെ 2 പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇഷ്ടമുള്ള ഒരു കോമ്പസ് ലെങ്ത്, ചെറിയൊരു കോമ്പസ് ലെങ്ത് എടുത്തിട്ട് കോമ്പസിൻ്റെ നീഡിൽ ആദ്യത്തെ പോയിന്റിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. എന്നിട്ട് ലെങ്ത് ചേഞ്ച് ചെയ്യാതെ, കോമ്പസ് ലെങ്ത് ചേഞ്ച് ചെയ്യാതെ അടുത്ത പോയിന്റിലും വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. ഈ 2 ആർക്സും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്സിൽ നിന്നും ഈ പോയിന്റിലേക്ക്, ഈ ആംഗിളിൻ്റെ പോയിന്റ് വെർട്ടെക്സിൽ അതിലേക്ക് ജോയിൻ ചെയ്താൽ എന്തായി, ഈ ആംഗിളിൻ്റെ ബൈസെക്ടറായി. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 65 ഡിഗ്രിയുടെ ഹാഫായ 32.5 ഡിഗ്രി ആയിരിക്കും. റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് 7/25. 7/25ൻ്റെ ഡെസിമൽ ഫോം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 7/25നെ നമുക്ക് ഡിനോമിനേറ്ററിൽ 10ൻ്റെ പവേഴ്സ് ആയിട്ട് എങ്ങനെ എഴുതാം? നമുക്കറിയാം 25 × 4 എന്താണ് 100 ആണല്ലേ. അപ്പോൾ ഈ 25നെ 7/25നെ നമ്മൾ ഇൻറ്റു 4 ചെയ്യുക. അപ്പോൾ 100 ആവും. അപ്പോൾ ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്യുന്നു അതേപോലെ ന്യൂമറേറ്ററിലും ചെയ്യണം അല്ലേ. ഡിനോമിനേറ്ററിൽ നമ്മൾ ഇൻറ്റു 4 ചെയ്തു, അപ്പോൾ ന്യൂമറേറ്ററിൽ ഇൻറ്റു 4 ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഇക്വേഷൻ കറക്റ്റ് ആവില്ല. ഓക്കെ, അപ്പോൾ 7 × 4 28 ആണ്, ബൈ 25 × 4 100. അപ്പോൾ 28/100 എത്ര? ഇപ്പോൾ 10ൻ്റെ പവേഴ്സ് ആയല്ലേ ഡിനോമിനേറ്റർ, 100 ആയല്ലോ. അപ്പോൾ ന്യൂമറേറ്റർ അതേപോലെ എഴുതാം 28. ഇനി ഡിനോമിനേറ്ററിൽ എത്ര സീറോസ് ഉണ്ട്? 1 2 സീറോസ് ഉണ്ട്. അപ്പോൾ ആൻസറിൽ 2 ഡെസിമൽ പ്ലേസ് വേണം. സോ ബാക്കിൽ നിന്ന് 2 കൊണ്ടുപോയിട്ട് പോയിന്റ് ഇടാം. 1 2 എന്നിട്ട് പോയിന്റ് ഇടാം. പോയിന്റിന് മുമ്പ് നമ്പേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്താ 0.28 ആണ് ആൻസർ. ഓക്കെ, there are 20 questions in a test. Each correct answers get 2 marks. For each wrong answer 1 mark is subtracted. A person answered all questions but only 5 of them are correct. How much mark he get? അതായത് ഒരു എക്സാമിന് ടോട്ടൽ 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ കറക്റ്റ് ആൻസർ ആണെങ്കിൽ 2 മാർക്കും റോങ് ആൻസർ ആണെങ്കിൽ 1 മാർക്കും കുറക്കുകയും ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെത് -1 എന്ന് എടുക്കാം. ഓക്കെ, റോങ് ആൻസറിൻ്റെ മാർക്ക് -1 ആണ്. ഒരാൾ ഫുൾ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്തു, അതിൽ 5 കറക്റ്റ് ആയിട്ടുള്ളൂ. ഹൗ മച്ച് മാർക്ക് ഹി ഗെറ്റ്? അപ്പോൾ നമുക്ക് അറിയാം നമ്പർ ഓഫ് കറക്റ്റ് ആൻസേഴ്സ് എത്രയാണ്? 5 അല്ലേ കറക്റ്റ്? 5 ഓഫ് ദ മാർക്ക് കറക്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 5 ആണ്. അപ്പോൾ അതിൻ്റെ മാർക്ക് എന്താണ്? മാർക്സ് ഫോർ കറക്റ്റ് ആൻസേഴ്സ് എത്രയാണ്? 5 ഇൻറ്റു ഒരു കറക്റ്റ് ആൻസറിന് 2 മാർക്കാണ്. അപ്പോൾ 5 കറക്റ്റ് ആൻസറിന് 5 × 2 അതായത് 10 ആണ്. 10 മാർക്സ് ആണ്. ഇനി നമ്പർ ഓഫ് റോങ് ആൻസേഴ്സ് എത്രയാണ്? ടോട്ടൽ 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ 5 കറക്റ്റേ ഉള്ളൂ. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? 20 മൈനസ് കറക്റ്റ് 5 അല്ലേ, അപ്പോൾ 20 - 5 അതെത്രയാണ്? 15. അപ്പോൾ 15 റോങ് ആൻസേഴ്സ് ആണുള്ളത്. അപ്പോൾ മാർക്സ് ഫോർ റോങ് ആൻസേഴ്സ് എത്രയാണ്? 15 അല്ലേ. അപ്പോൾ 15 ഇൻറ്റു ഒരു റോങ് ആൻസറിൻ്റെ മാർക്ക് എത്രയാണ്? -1 ആണ് അല്ലേ. അപ്പോൾ 15 ഇൻറ്റു -1 അതായത് -15 ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ മാർക്ക് എത്രയാണ്? ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ മാർക്ക് ഓഫ് കറക്റ്റ് ആൻസേഴ്സ് പ്ലസ് മാർക്ക് ഓഫ് റോങ് ആൻസേഴ്സ് അല്ലേ. മാർക്ക് ഓഫ് കറക്റ്റ് ആൻസേഴ്സ് 10 മാർക്കും മാർക്സ് ഫോർ റോങ് ആൻസേഴ്സ് എത്രയാണ്? -15 മാർക്സും ആണ് അല്ലേ. അപ്പോൾ 10 + -15 അല്ലേ. 10 + -15 എന്ന് വെച്ചാൽ 10 പ്ലസ് ഓഫ് മൈനസ് ആണ്. 10 - 15 അത് എത്രയാണ്? നമുക്കറിയാം 15 - 10 എന്താണ്? 5 ആണ്. അപ്പോൾ 10 - 15 -5 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ടോട്ടൽ അയാൾക്ക് കിട്ടിയിട്ടുള്ളത് -5 മാർക്സ് ആണ്. The line AB is divided in the ratio 2:3:5 by the points P and Q. QB is equal to 50 cm. What is the length of AP? What is the length of PQ? Question തന്നിട്ടുണ്ട് എന്ത്? AP is to PQ is to QB എന്നത് എന്താണ്? 2:3:5 ആണ് അല്ലേ. അപ്പോൾ AP നമുക്ക് 2x ആയിട്ട് എടുക്കാം, PQ നമുക്ക് 3x ആയിട്ട് എടുക്കാം, QB എത്രയാണ്? 5x ആയിട്ട് എടുക്കാം. കാരണം ഇവയുടെ റേഷ്യോ എന്താ? 2:3:5 ആണ്. QB is equal to 15 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. പക്ഷെ QB എന്താണ്? 5x അല്ലേ. അപ്പോൾ QB
15 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് 5x = 15 സെൻറ്റിമീറ്റർ. അപ്പോൾ എക്സ് എന്തായിരിക്കും? ഇതിൽ നിന്ന് എക്സ് കാണാൻ വേണ്ടിയിട്ട് ഈ 5നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ, അപ്പോൾ ഇൻറ്റു 5നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 5 ആകും. സോ എക്സ് = 15/5. അത് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ്? 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? എ പി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എ പി എന്ന് പറയുന്നത് എന്താണ്? എ പി = 2x അല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളത്. എ പി = 2x, അതായത് 2 × x എത്രയാണ്? 3 ആണ്. 3 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ 2 × 3 എത്രയാണ്? 6 ആണല്ലോ. അപ്പോൾ 6 സെൻറ്റിമീറ്റർ ആണ് എന്ത്? എ പി എന്ന് പറയുന്നത്. ഇനി ബി എന്താണ്? പി ക്യു. പി ക്യു = 3x ആണ്. അതായത് 3 × എക്സിൻ്റെ വാല്യൂ എത്ര? 3 സെൻറ്റിമീറ്റർ അല്ലേ. 3 × 3 സെൻറ്റിമീറ്റർ, അതായത് 9 സെൻറ്റിമീറ്റർ ആണ് പി ക്യു. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ക്യൂ ബി = 30 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ പി? ക്യൂ ബി 30 സെൻറ്റിമീറ്റർ ആണെങ്കിൽ എ പി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ റേഷ്യോ 2:3:5 തന്നെയാണ്. അപ്പോൾ ക്യൂ ബി എന്താണ്? ക്യൂ ബി എന്ന് പറഞ്ഞാൽ 5x ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്ത് വരും? ക്യൂ ബി = 5x = എത്രയാണ്? 30 സെൻറ്റിമീറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് 5നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കല്ലേ, അപ്പോൾ ഇൻറ്റു 5നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 5 ആകും. സോ എക്സ് = 30/5. അത് എത്രയാണ്? 6 ആണല്ലേ. അപ്പോൾ 6 സെൻറ്റിമീറ്റർ ആണ് എക്സ് വരുന്നത്. അപ്പോൾ എന്താണ് കാണേണ്ടത്? എ പി ആണ്. എ പി എന്ന് പറഞ്ഞാൽ 2x ആയിരുന്നു അല്ലേ. അപ്പോൾ 2 × 6 സെൻറ്റിമീറ്റർ, അത് എത്രയാണ്? 2 × 6 12 അല്ലേ. അപ്പോൾ 12 സെൻറ്റിമീറ്റർ ആണ് എ പി വരുന്നത്. ഓക്കെ. പ്രൂവ് ദാറ്റ് ദ കോർഡ്സ് ഓഫ് എ സർക്കിൾ അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഹാവ് ഈക്വൽ ലെങ്ത്. അതായത് ഒരു സർക്കിളിലെ സെൻറ്ററിൽ നിന്നും ഒരേ ഡിസ്റ്റൻസിലുള്ള കോർഡ്സിൻ്റെ ലെങ്ത് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. ഇതാണ് സർക്കിള്. ഇതിൽ സെൻറ്റർ നമുക്ക് O എന്ന് മാർക്ക് ചെയ്യാം. ഇനി ഈ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരേ ഡിസ്റ്റൻസിലുള്ള 2 കോർഡ്സ് വരയ്ക്കാം. ഞാൻ ഇവിടെ ഒരു കോഡ് വരച്ച് ഇവിടെ ഒരു കോഡ് വരച്ചു. ഇത് സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും ഈ 2 കോർഡ്സിലേക്കുള്ള ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഈ കോഡ്, ആദ്യത്തെ കോഡ് AB എന്നും രണ്ടാമത്തെ കോഡ് CD എന്നും എഴുതാം. ഇനി ഈ സെൻറ്ററിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ് M എന്നും N എന്നും എടുക്കാം. ഓക്കെ, അപ്പോൾ OM ഉം ON ഉം എന്താണ്? ഈക്വൽ ആണ്. കാരണം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ, സെയിം ഡിസ്റ്റൻസിലാണെന്ന് തന്നിട്ടുണ്ട്. ഇനി OAയും OCയും ജോയിൻ ചെയ്യാം. ഓക്കെ, OAയും OCയും എന്താണ്? ഈക്വൽ ആണ്. കാരണം എന്താണ്? സർക്കിളിൻ്റെ റേഡിയസ് ആണല്ലോ. OMAയും ONCയും എന്താണ്? 90 ഡിഗ്രി ആണ്. കാരണം എന്താണ്? OM ഉം ON ഉം എന്താ? പെർപെൻഡിക്കുലേഴ്സ് ആണല്ലോ. അതുകൊണ്ട് എന്താണ്? ട്രയാങ്കിൾ AMOയും ട്രയാങ്കിൾ CNOയും എന്താണ്? റൈറ്റ് ട്രയാങ്കിൾസ് ആണ്. കാരണം എന്താണ്? അതിൻ്റെ 2 ആംഗിൾസ് 90 ഡിഗ്രി ആണ്. കൂടാതെ വേറൊരു പ്രത്യേകത ഉണ്ട്. ഇവയുടെ ഹൈപ്പോട്ന്യൂസ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് അല്ലേ. അപ്പോൾ ട്രയാങ്കിൾ AMOയുടെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് OA ആണ്. ട്രയാങ്കിൾ CNOയിൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് OC ആണ്. അപ്പോൾ OAയും OCയും ഈക്വൽ ആണ്. ഹൈപ്പോട്ന്യൂസ് ഈക്വൽ ആണ്. പിന്നെ ഹൈറ്റ്സും ഈക്വൽ ആണ് അല്ലേ. OM ഉം ON ഉം ഹൈറ്റ്സും ഈക്വൽ ആണ്. അപ്പോൾ 2 റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ന്യൂസും ഹൈറ്റും ഈക്വൽ ആണെങ്കിൽ ബേസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ. അതായത് AM ഉം CN ഉം എന്താണ്? ഈക്വൽ ആയിരിക്കും. കാരണം അക്കോർഡിംഗ് ടു പൈതഗോറസ് തിയറം അല്ലേ. അതെ, അപ്പോൾ AM ഉം CN ഉം എന്താണ്? ഈക്വൽ ആണ് നമ്മൾ കണ്ടു അല്ലേ. പക്ഷേ M എന്ന് പറയുന്ന AB എന്ന കോണിൻ്റെ മിഡ് പോയിന്റ് ആണ്. N എന്ന് പറയുന്ന CD എന്ന കോണിൻ്റെ മിഡ് പോയിന്റ് ആണ്. കാരണം എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, സെൻറ്ററിൽ നിന്നും ഒരു കോഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ ആ പെർപെൻഡിക്കുലർ കോഡിനെ ബൈസെക്ട് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ പറയുക? ബട്ട്
M is midpoint of AB and N is midpoint of CD. M ABയുടെ മിഡ് പോയിന്റ് ആയതുകൊണ്ട് AB എന്ന് പറയുന്നത് എന്താണ്? 2 × AM ആണ് അല്ലേ? 2 × AM. പക്ഷേ AM ഉം CN ഈക്വൽ ആണെന്ന് കണ്ടല്ലോ ഇവിടെ. AM ഈക്വൽ ടു CN എന്ന് കണ്ടു. അപ്പോൾ എമ്മിന് പകരം CN എന്ന് കൊടുക്കാം അല്ലേ? 2 × CN. 2 × CN എന്ന് വെച്ചാൽ എന്താ? N CDയുടെ മിഡ് പോയിന്റ് അല്ലേ? അപ്പോൾ 2 × CN എന്ന് വെച്ചാൽ CD ആണ്. ഇത് ഈക്വൽ ടു CD അല്ലേ? സോ അപ്പോൾ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? AB ഈസ് ഈക്വൽ ടു CD എന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, അതായത് കോഡ് ABയും CNയും കോഡ്സ് ആണല്ലോ. ഈ രണ്ട് കോഡ്സും ഈക്വൽ ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. Prove that perpendicular from the center of a circle to a chord bisect the chord. അതായത് ഒരു സർക്കിളിലെ സെന്ററിൽ നിന്നും കോഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആ കോഡിനെ ബൈസെക്ട് ചെയ്യുന്നു പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. ഇതാണ് സർക്കിൾ. ഇതിന് നമുക്കൊരു കോഡ് AB വരയ്ക്കാം. ഓക്കെ, ഇതിൻ്റെ സെൻറ്റർ O എന്ന് എടുക്കാം. അപ്പോൾ Oയിൽ നിന്നും ഇതിലേക്കൊരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. ഓക്കെ, മീറ്റ് ചെയ്യുന്ന പോയിന്റ് M എന്നെടുക്കാം. ഇനി Oയും Aയും കൂടി ജോയിൻ ചെയ്യാം. Oയും Bയും കൂടി ജോയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് ഫോം ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ OA എന്ന സൈഡ് OB എന്ന സൈഡ് ഈക്വൽ ആണ് അല്ലേ? കാരണം എന്താ? റേഡിയസ് ആണ്. OA is equal to OB. പിന്നെയോ OM ഈ രണ്ട് ട്രയാങ്കിളിന് കോമൺ ആയിട്ടുള്ള സൈഡാണ് അല്ലേ? അപ്പോൾ OM is equal to OM, കോമൺ സൈഡ്. ആംഗിൾ OMAയും ആംഗിൾ OMBയും എന്താ? 90 ഡിഗ്രിയാണ് അല്ലേ? കാരണം എന്താണ്? OM പെർപെൻഡിക്കുലർ ആണല്ലോ. ഓക്കെ, അതുകൊണ്ടാണ് ഈ രണ്ട് ആംഗിൾസ് 90 ഡിഗ്രി ആയതുകൊണ്ട്. ഈ രണ്ട് ട്രയാങ്കിൾസിലെയും രണ്ട് ആംഗിൾസ് 90 ഡിഗ്രി ആയതുകൊണ്ട് ഇത് റൈറ്റ് ട്രയാങ്കിൾസ് ആണ്. കൂടാതെ ഇവിടെ ഹൈപ്പോട്ട്ന്യൂസസ് ഏതൊക്കെയാണ്? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് OAയും ഈ ട്രയാങ്കിളിൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് OB ആണ്. ഹൈപ്പോട്ട്ന്യൂസ് ഈക്വൽ ആണ്. പിന്നെ ഹൈറ്റ് OM എന്താ? ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ പൈതഗോറസ് തിയറം അനുസരിച്ചിട്ട് എന്താണ്? രണ്ട് റൈറ്റ് ട്രയാങ്കിൾസിലെ ഹൈപ്പോട്ട്ന്യൂസും ഹൈറ്റ്സും ഈക്വൽ ആണെങ്കിൽ അവയുടെ ബേസസ് ഈക്വൽ ആയിരിക്കും അല്ലേ? അതായത് AMഉം MBയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് എന്താണ്? AM is equal to MB. അപ്പോൾ AM MBയും ഈക്വൽ ആണെങ്കിൽ എന്താണ്? M എന്താണ്? ABയുടെ മിഡ് പോയിന്റ് ആണ് അല്ലേ? AMനെയും MBയെയും ഡിവൈഡ് ചെയ്യുന്ന ഈ OM എന്ന ലൈൻ അല്ലേ? അപ്പോൾ നമുക്കെന്ത് പറയാം? സോ OM ബൈസെക്ട് AB എന്ന് പറയാം അല്ലേ? OM എന്ന ലൈന് AB എന്ന കോഡിനെ ബൈസെക്ട് ചെയ്യും, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതുകൊണ്ടല്ലേ AMഉം MBയും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ OM bisects AB. Draw a rhombus of diagonal 7 cm and 5.5 cm. നമുക്കറിയാം ഒരു റോംബസിൻ്റെ ഡയഗണൽസ് എന്താണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഡയഗണൽ വരയ്ക്കുക, എന്നിട്ട് അതിനൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ അതിലായിരിക്കും അടുത്ത ഡയഗണൽ വരുന്നത് അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? 5.5 cm ലെങ്ത് ഉള്ള ഡയഗണൽ വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് റൂളർ എടുക്കാം. എന്നിട്ട് 5.5 cm മെഷർ ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇതിന് AB എന്ന് നെയിം ചെയ്യാം. ഇനി ഇതിനൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ABയുടെ ഹാഫിലേറെ ലെങ്ത് വരുന്ന ഒരു കോമ്പസ് ലെങ്ത് എടുക്കുക. എന്നിട്ട് കോമ്പസിന് നീഡിൽ Aയിൽ വെച്ചിട്ട് താഴെ ഒരു ആർക്ക് വരയ്ക്കാം, മേലെ ഒരു ആർക്ക് വരയ്ക്കാം. ഇനി കോമ്പസിന് നീഡിൽ Bയിൽ വെച്ചിട്ട് താഴെ ഒരു ആർക്ക് വരയ്ക്കാം, മേലെ ഒരു ആർക്ക് വരയ്ക്കാം. കോമ്പസ് ലെങ്ത് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, എന്നിട്ട് ഈ രണ്ട് ആർസും ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ എന്തായി? പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയി. പക്ഷേ ഈ ഡയഗണലിൻ്റെ ലെങ്ത് എന്താണ്? 7 cm ആണ് വേണ്ടത്. 7ൻ്റെ ഹാഫ് 3.5 അല്ലേ? അപ്പം മേലോട്ട് 3.5
സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു പോയിന്റ് ഇടാം, അതിന് സി എന്ന് കൊടുക്കാം. താഴോട്ടും 3.5 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു പോയിന്റ് ഇടാം, അതിന് ഡി എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ എയും ബിയും സിയും ഡി ഒക്കെ ജോയിൻ ചെയ്യുമ്പോൾ എന്തായി? റോംബസ് കംപ്ലീറ്റ് ആയി. In the figure, AB is equal to AC is equal to 4 cm, BC is equal to 7 cm, AD is perpendicular to BC, angle B 30 degree. What is angle C? Angle C യും എന്താണ്? 30 ഡിഗ്രി തന്നെയായിരിക്കും അല്ലേ? കാരണം എന്താണ്? ട്രയാങ്കിൾ എ ബി സി ഒരു ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ് അല്ലേ? കാരണം അതിൻ്റെ രണ്ട് സൈഡ്സായ എ ബിയും എ സിയും എന്താണ്? ഈക്വൽ ആണ്. രണ്ടും 4 സെൻറ്റിമീറ്റർ ആണ്, എ ബിയും എ സിയും. അപ്പോൾ ട്രയാങ്കിൾ എ ബി സി ഒരു ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ് അല്ലേ? ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ലെങ്ത് ഓഫ് ബി ഡി. ബി ഡിയുടെ ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഡി എന്ന് പറയുന്ന ഈ ബി സി എന്ന സൈഡിൻ്റെ മിഡ് പോയിന്റ് ആണ് അല്ലേ? കാരണം എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഐസോസ്ലസ് ട്രയാങ്കിളിൻ്റെ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ആണ് എ ബിയും എ സിയും അല്ലേ? ഇവ രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എ. അപ്പോൾ എയിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡായ ബി സിയിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ബി സിയെ ബൈസെക്ട് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്കെന്ത് പറയാം? ഡി ഈസ് മിഡ് പോയിന്റ് ഓഫ് ബി സി. ഓക്കെ, അപ്പോൾ ബി ഡി എന്ന് പറയുന്നത് ബി ഡി എന്ന് പറയുന്നത് ഈ ബി സിയുടെ ഹാഫ് ആയിരിക്കും അല്ലേ? അതായത് 7/2, അത് എത്രയാണ്? 3.5 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആംഗിൾ ബി എ ഡി? ബി എ ഡി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ട്രയാങ്കിൾ എ ബി ഡി നോക്കൂ. ഈ ട്രയാങ്കിൾ എ ബി ഡിയിൽ ഈ ആംഗിൾ എന്താണ്? ആംഗിൾ എ ഡി ബി 90 ഡിഗ്രി ആണ് അല്ലേ? കാരണം എ ഡി പെർപെൻഡിക്കുലർ ആണെന്ന് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആംഗിൾ ബി എ ഡിയും ഈ 30 ഡിഗ്രിയും പിന്നെ ഈ 90 ഡിഗ്രിയും കൂടി ആഡ് ചെയ്താൽ എന്താ? 180 ഡിഗ്രി കിട്ടണം അല്ലേ? കാരണം സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എന്താ? 180 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ ബി എ ഡി പ്ലസ് 30 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രി ഇസിക്കൽ ടു എന്താ? 180 ഡിഗ്രിയാണ് അല്ലേ? കാരണം sum of angles of triangle ABD is 180 degree. ഏതൊരു ട്രയാങ്കിളിലെയും സം ഓഫ് ആംഗിൾസ് എന്താ? 180 ഡിഗ്രിയാണ്. അപ്പോൾ ട്രയാങ്കിൾ എ ബി ഡിയിലെയും സം ഓഫ് ആംഗിൾസ് എന്താ? 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സോ ആംഗിൾ ബി എ ഡി പ്ലസ് 30 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രി 120 ഡിഗ്രിയാണ് അല്ലേ? ഇസിക്കൽ ടു 180 ഡിഗ്രി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആംഗിൾ ബി എ ഡി കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 120 ഡിഗ്രി ഇവിടെ ആഡ് ചെയ്തേക്കും അല്ലേ? അപ്പോൾ പ്ലസ് 120 ഡിഗ്രിയെ കെൽറ്റുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 120 ഡിഗ്രി ആകും. സോ ആംഗിൾ ബി എ ഡി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 120 ഡിഗ്രി. അത് എത്രയാണ്? 60 ഡിഗ്രിയാണ് അല്ലേ? In the quadrilateral ABCD, AB is equal to CD is equal to 5 cm, AD is equal to BC is equal to 4 cm, angle CDB is equal to 60 degree, angle CBD is equal to 70 degree. Are the angles of triangle ABD and triangle BCD are equal? Why? എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈക്വൽ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈക്വൽ ആണ്, യെസ്. കാരണം എന്താണ്? എ ഡി ഈസ് ഈക്വൽ ടു ബി സി. കാരണം എന്താണ്? ബോത്ത് ആർ 4 സെൻറ്റിമീറ്റർ. പിന്നെ എ ബി എന്ന സൈഡും സി ഡി എന്ന സൈഡും ഈക്വലാണ് അല്ലേ? എ ബി ഈസ് ഈക്വൽ ടു സി ഡി. കാരണം എന്താണ്? രണ്ടും 5 സെൻറ്റിമീറ്റർ ആണ്. രണ്ടും 5 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് രണ്ടും ഈക്വൽ ആണ്. പിന്നെ ഈ രണ്ട് ട്രയാങ്കിൾസിലെയും കോമൺ സൈഡാണ് ബി ഡി അല്ലേ? രണ്ട് ട്രയാങ്കിളിലെയും ഒരു സൈഡാണ് ബി ഡി ഈസ് ഈക്വൽ ടു ബി ഡി. അപ്പോൾ നമുക്ക് എന്താ പറയാം? ഓൾ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ എ ബി ഡി ആർ ഈക്വൽ ടു ഓൾ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ബി സി ഡി. സോ ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി ഡി ഈസ് ഈക്വൽ ടു ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ബി സി ഡി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഓൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി ഡി. ട്രയാങ്കിൾ എ ബി ഡിയിലെ ആംഗിൾസ് ഒന്ന് ആംഗിൾ എ, ഒന്ന് ആംഗിൾ എ ഡി ബിയും ഒന്ന് ആംഗിൾ എ ബി ഡിയും ആണ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈക്വൽ ട്രയാങ്കിൾസിൽ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിനും ഓപ്പോസിറ്റുള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ ട്രയാങ്കിൾ എ ബി ഡിയിൽ 4 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്? അത് ആംഗിൾ എ ബി ഡി ആണ്. ട്രയാങ്കിൾ
ബി സി ഡിയിൽ 4 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്? ഈ 60 ഡിഗ്രിയാണ് അല്ലേ. നമുക്ക് എന്താ പറയുക, ആംഗിൾ എ ബി ഡി ഇസ് ഈക്വൽ ടു ആംഗിൾ ബി ഡി സി, അതായത് 60 ഡിഗ്രി. കാരണം എന്താ, ആംഗിൾസ് ഓപ്പോസിറ്റ് ടു 4 സെൻറ്റിമീറ്റർ. ഇനി ട്രയാങ്കിൾ എ ബി ഡിയിൽ 5 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ എ ഡി ബി. രണ്ടാമത്തെ ട്രയാങ്കിളിൽ 5 സെൻറ്റിമീറ്റർ ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏത്? ആംഗിൾ ഡി ബി സി അല്ലേ. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ ആംഗിൾ എ ഡി ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി ബി സി. അത് എത്രയാണ്? 70 ഡിഗ്രിയാണ് അല്ലേ. കാരണം ആംഗിൾസ് ഓപ്പോസിറ്റ് ടു 5 സെൻറ്റിമീറ്റർ. ഈ ട്രയാങ്കിൾ എ ബി ഡിയിലെ രണ്ട് ആംഗിൾസ് ഏതൊക്കെയാണ്? ഒന്ന് 60 ഡിഗ്രിയും ഒന്ന് 70 ഡിഗ്രിയാണ്. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കും? അത് കാണാൻ വേണ്ടിയിട്ട് നമുക്കറിയാം സം ഓഫ് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി ഡി എന്താണ്? 180 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ട്രയാങ്കിൾ എ ബി ഡിയിലെ ആംഗിൾസ് ഏതൊക്കെയാണ്? ഒന്ന് ആംഗിൾ എ പ്ലസ് പിന്നെയുള്ള ആംഗിൾസ് ഒന്ന് 60 ഡിഗ്രി ഒന്ന് 70 ഡിഗ്രിയാണ്. അപ്പോൾ ഈ മൂന്ന് ആംഗിൾസിൻ്റെ സം എന്താണ്? 180 ഡിഗ്രി ആയിരിക്കും അല്ലേ. സോ ആംഗിൾ എ പ്ലസ് 60 ഡിഗ്രി പ്ലസ് 70 ഡിഗ്രി എത്ര? 130 ഡിഗ്രിയാണ് അല്ലേ. ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ഇതിൽ നിന്ന് ആംഗിൾ എ കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 130 ഡിഗ്രി ഇവിടെ ആഡ് ചെയ്തേക്കുമല്ലേ. അപ്പോൾ പ്ലസ് 130 ഡിഗ്രി ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 130 ഡിഗ്രി ആവും. സോ ആംഗിൾ എ ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 130 ഡിഗ്രി. ഇത് എത്രയാണ്? 50 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ആംഗിൾ എ എത്രയാണ്? 50 ഡിഗ്രി. അപ്പോൾ ഏതൊക്കെ ആംഗിൾസ് ആണ് ട്രയാങ്കിൾ എ ബി ഡിയിൽ? ഒന്ന് 60 ഡിഗ്രി, ഒന്ന് 70 ഡിഗ്രി, ഒന്ന് 50 ഡിഗ്രി. ഓക്കെ, draw a triangle of two sides 4 cm, 6 cm, angle between these sides 55 degree. Draw is circumcircle. അതായത് 4 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ സൈഡ്സും അതിനിടയിൽ വരുന്ന ആംഗിൾ 55 ഡിഗ്രിയുമായിട്ടുള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. എന്നിട്ട് സർക്കം സർക്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് 6 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു സൈഡ് വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് റൂളർ എടുത്തിട്ട് 6 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇതിന് എ ബി എന്ന് ചെയ്യാം. ഇനി അടുത്ത സൈഡ് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ ആംഗിൾ എത്ര വേണ്ടത്? 55 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രൊട്രാക്ടർ എടുക്കാം. പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ ഈ എയിൽ വെച്ചിട്ട് പ്രൊട്രാക്ടറിലെ 0 ഈ ലൈനിലും വരുന്ന വിധത്തിൽ വയ്ക്കാം. എന്നിട്ട് 55 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 0, 10, 20, 40, 50, 55 വരുന്ന ഇവിടെയാണ്. സോ നമുക്കതൊരു പോയിന്റ് ഇടാം. ഈ പോയിന്റിൽ നിന്നും പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വെച്ച് ഇതിലേക്ക് ജോയിൻ ചെയ്താൽ 55 ഡിഗ്രി ആംഗിളുള്ള ലൈൻ കിട്ടും. പക്ഷേ ആ സൈഡ് 4 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത് അല്ലേ. സോ നമുക്ക് റൂളർ എടുത്തിട്ട് എയിൽ നിന്നും 4 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു പോയിന്റ് ഇടാം. അതാണ് സി. ഓക്കെ, ഇനി സിയും ബിയും കൂടി ജോയിൻ ചെയ്താൽ എന്തായി? നമ്മുടെ ട്രയാങ്കിൾ കംപ്ലീറ്റ് ആയി. പക്ഷേ ഇനി എന്ത് വരയ്ക്കണം? സർക്കം സർക്കിൾ വരയ്ക്കണം. സർക്കം സർക്കിൾ വരയ്ക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിന് രണ്ട് സൈഡിന് എന്ത് വരയ്ക്കണം? പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കണം അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് എ ബി എന്ന സൈഡിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് എ ബിയുടെ ഹാഫിലേറെ ലെങ്ത് ഉള്ള ഒരു കോമ്പസ് ലെങ്ത് എടുത്തിട്ട് കോമ്പസിൻ നീഡിൽ എയിൽ വെച്ചിട്ട് താഴെ ഒരു ആർക്ക് വരയ്ക്കാം, മേലെ ഒരു ആർക്ക് വരയ്ക്കാം. ഇനി കോമ്പസിൻ നീഡിൽ ബിയിൽ വെച്ചിട്ട് താഴെ ഒരു ആർക്ക് വരയ്ക്കാം, മേലെ ഒരു ആർക്ക് വരയ്ക്കാം. ഈ രണ്ട് ആർസും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്സ് ജോയിൻ ചെയ്താൽ എ ബിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയി. ഇനി നമുക്ക് എ സിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് എ സിയുടെ ഹാഫിലേറെ വരുന്ന ഒരു ലെങ്ത് കോമ്പസ് ലെങ്ത് ആയിട്ട് എടുത്തിട്ട് കോമ്പസിൻ്റെ നീഡിൽ എയിൽ വെച്ചിട്ട് താഴെ ഒരു ആർക്ക് വരയ്ക്കാം, മേലെ ഒരു ആർക്ക് വരയ്ക്കാം. ഇനി സിയിൽ വെച്ചിട്ട് മേലെ ഒരു ആർക്ക് വരയ്ക്കാം, താഴെ ഒരു ആർക്ക് വരയ്ക്കാം. ഈ രണ്ട് ആർക്സും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്സ് ജോയിൻ ചെയ്താൽ എ സിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയി. അപ്പോൾ ഈ രണ്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സും കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് സർക്കം സെൻറ്റർ. ഓക്കെ, അപ്പോൾ ആ സെൻറ്ററിൽ കോമ്പസിനെ നീഡിൽ വയ്ക്കുക, കോമ്പസിൻ്റെ പെൻസിൽ എയിലും വെച്ചിട്ട് ഒരു സർക്കിൾ വരയ്ക്കാം. ഈ സർക്കിളാണ് എന്ത്? സർക്കം സർക്കിൾ. Appu is 5 years older than Ammu. Next year, Appu's age will be twice that of Ammu's age. കംപ്ലീറ്റ് ദ ടേബിൾ. അതായത് അപ്പുവിൻ്റെ ഏജ് അമ്മുവിൻ്റെ ഏജിനേക്കാളും 5 ഇയർ കൂടുതലാണ്. അപ്പോൾ അമ്മുവിൻ്റെ ഏജ് എക്സ് ആണെങ്കിൽ അപ്പുവിൻ്റെ ഏജ് എത്ര? X+5 ആണെന്ന് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇയർ ഒരു വർഷം കൂടിയാൽ അമ്മുവിൻ്റെ ഏജ് എത്ര കൂടും? ഒന്ന് കൂടും. ഇപ്പോൾ എക്സ് അല്ല, അപ്പോൾ അതിനേക്കാൾ ഒന്ന് കൂടുമ്പോൾ എന്ത് വരും? X+1 ആകും. ഇനി അപ്പുവിൻ്റെ ഏജും ഒന്ന് കൂടും അല്ലേ. ഒരു 1 ഇയർ കഴിയുമ്പോൾ 1 ഇയർ ആണ് കൂടുക. അപ്പോൾ X+5 + 1 എന്താ? X+6 ആണല്ലേ. അപ്പോൾ അടുത്തെന്താ? X+6. ഓക്കെ, അപ്പോൾ ടേബിൾ കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്.
ആഫ്റ്റർ 1 year റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ദർ ഏജസ് യൂസിങ് ഓൾജിബ്ര. ഓൾജിബ്ര വെച്ചിട്ട് റിലേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ഇയർ അപ്പൂസ് ഏജ് വിൽ ബി ട്വൈസ് ദാറ്റ് ഓഫ് അമ്മൂസ് ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതായത് അപ്പൂസ് ഏജ് ഈസ് ഈക്വൽ ടു ട്വൈസ് ഓഫ് അമ്മൂസ് ഏജ്. ട്വൈസ് എന്ന് പറഞ്ഞാൽ 2 into അമ്മൂസ് ഏജ് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഇയറിൽ അപ്പൂൻ്റെ ഏജ് എത്രയാണ്? x+6 ആണല്ലോ. അപ്പോൾ x+6 ഈസ് ഈക്വൽ ടു 2 into അമ്മൂൻ്റെ ഏജ് എത്രയാണ്? നെക്സ്റ്റ് ഇയറിൽ x+1 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ഓൾജിബ്ര വെച്ചിട്ട് ദെയർ റിലേഷന് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദെയർ ഏജസ് നോ. ഇപ്പോഴുള്ള ഏജ് എത്രയാണ്? അതായത് എക്സ് എത്രയാണ്, എക്സും x+5 എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ കണ്ടു x+6 ഈസ് ഈക്വൽ ടു 2 into x+1 എന്ന് കണ്ടല്ലോ. അപ്പോൾ ഇത് സോൾവ് ചെയ്യാം. ദാറ്റ് ഈസ് x+6 ഈസ് ഈക്വൽ ടു ഈ 2നെ ബ്രാക്കറ്റിൽ ഓരോ ടേമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ 2 into x 2x, പിന്നെ 2 into +1 +2. ഓക്കെ, അപ്പോൾ ഇനി എക്സ് ഇല്ലാത്ത നമുക്ക് ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകാം. അതിന് വേണ്ടിയിട്ട് ഈ എക്സിനെ ഇവിടെ ആഡ് ചെയ്തേക്കില്ലേ. അപ്പോൾ +x നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -x ആവും. പിന്നെ ഈ +2നെ =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -2 ആകും അല്ലേ. അപ്പോൾ 6 - 2 = 2x - x. ഓക്കെ, എക്സ് ഉള്ള ടേമൊക്കെ ഒരു ഭാഗത്തും എക്സ് ഇല്ലാത്ത ടേമൊക്കെ ഒരു ഭാഗത്ത് കൊണ്ടുപോകാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, 6 - 4 അല്ലേ = 2x - x. എക്സ് 2xൽ നിന്ന് ഒരു എക്സ് പോയാൽ ബാക്കി ഒരു എക്സ് അല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 4 ആണെന്ന് കണ്ട് അല്ലേ. അപ്പോൾ ഇപ്പോഴുള്ള ഏജ് അമ്മൂൻ്റെ ഇപ്പോഴുള്ള ഏജ് എക്സും അപ്പൂൻ്റെ ഇപ്പോഴുള്ള ഏജ് x+5 ആണല്ലേ. അപ്പോൾ ഇപ്പോഴുള്ള അമ്മൂസ് ഏജ് അത് എക്സ് ആയിരുന്നു, അപ്പൂസ് ഏജ് x+5. അപ്പോൾ x 4 അല്ലേ, അപ്പോൾ 4 ആണ് അമ്മൂൻ്റെ ഏജ്. അപ്പൂൻ്റെ ഏജ് x+5 ആണ്, x 4 അല്ലേ, അപ്പോൾ 4 + 5 അത് എത്രയാണ്? 9. ഓക്കെ, അപ്പോൾ 4ഉം 9ഉം ആണ് ഇവരുടെ ഏജ്. $60 cm long wire is to be bent into a rectangle with the length 3 cm longer than twice the breadth. What is the sum of length and breadth? Form an equation, find the length and breadth. അപ്പോൾ 60 cm ലെങ്ത് ഉള്ള ഒരു വയർ ബെൻഡ് ചെയ്തിട്ടാണ് റെക്റ്റാങ്കിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഈ വയറിൻ്റെ ലെങ്ത് ആണ് അല്ലേ. അതായത് 60 cm ആണ്. പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന വയറിൻ്റെ ലെങ്ത് അതായത് 60 cm ആണ്. പക്ഷെ ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താ? 2 into ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണല്ലേ. അപ്പോൾ ഇതാണ് എന്ത്? പെരിമീറ്റർ, അതായത് 60 cm. അപ്പോൾ ഇതിൽ നിന്ന് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് കാണാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഈ 2നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഇൻറ്റു 2നെ =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /2 ആകും. സോ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് = 60/2. എത്രയാണ്? 30 ആണ് അല്ലേ. അപ്പോൾ 30 cm ആണ് എന്ത്? ലെങ്ത്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെയും സമ്മ്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? ഫോം ആൻ ഇക്വേഷൻ, ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. അത് ഇക്വേഷൻ ഫോം ചെയ്തിട്ട് ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലെങ്ത്തിന് L എന്നും ബ്രെഡ്ത്തിന് B എന്നും കൊടുക്കാം. ഓക്കെ, അപ്പോൾ L + B എന്താണ്? 30 ആണെന്ന് കിട്ടി അല്ലേ. അപ്പോൾ L + B = 30. പിന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ലെങ്ത്ത് 3 cm ലോങ്ങർ ദാൻ ട്വൈസ് ദ ബ്രെഡ്ത്ത് അല്ലേ. L = എന്താണ്? 2B + 3 അല്ലേ. ട്വൈസ് ദ ബ്രെഡ്ത്ത് എന്നാൽ 2B ആണ്, അതിനേക്കാൾ 3 cm കൂടുതലാണ്, അപ്പോൾ +3. ഓക്കെ, അപ്പോൾ L എന്ന് പറയുന്നത് 2B + 3 ആണ്. അപ്പോൾ Lൻ്റെ വാല്യൂ എന്താ? 2B + 3 ആണ്. അത് നമുക്ക് ഇക്വേഷനിലോട്ട് കൊടുക്കാം Lന് പകരം. ഓക്കെ, അപ്പോൾ 2B + 3 + B = 30. L + Bയിൽ Lന് പകരം നമ്മൾ എന്ത് കൊടുത്തു? 2B + 3 എന്ന് കൊടുത്തു. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ 2B + B എന്ന് പറഞ്ഞാൽ 3B ആണ്. 3B + 3 = 30. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാം? ഈ 3Bയുടെ വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് 3യെ ഇവിടെ ആഡ് ചെയ്തേക്കുമല്ലേ. അപ്പോൾ +3യെ =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -3 ആകും. സോ 3B = 30 - 3. ദാറ്റ് ഈസ് 3B =
30 - 3 എത്ര? 27 ആണ്. ഓക്കെ, അപ്പോൾ 3b = 27 എന്ന് കിട്ടി. ഇതിൽ നിന്നും നമുക്ക് ബിയുടെ വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 3 ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ, അപ്പോൾ ഇൻറ്റു 3 = അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /3 ആകും. സോ b = 27/3. 27/3 എത്രയാണ്? 9 ആണ് അല്ലേ. അപ്പോൾ ബിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 9 എന്ന് കിട്ടി. ലെങ്ത്ത് എന്താണ്? ഇതല്ലേ 2b + 3 ആണ് അല്ലേ. L = 2b + 3 ആണ്. ദാറ്റ് ഈസ് 2 × 9. ബിയുടെ വാല്യൂ 9 അല്ലേ. 2 × 9 + 3, അതായത് 18 + 3 അത് എത്രയാണ്? 21 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി ബ്രെഡ്ത്ത് എന്താണ്? ബി അത് എത്രയാണ്? 9 ആണല്ലോ. 9 സെൻറ്റിമീറ്റർ. ഓക്കെ, blue and yellow colors are mixed in the ratio 2:3 to make a new color of 60 liters. To make ratio 3:4, should more blue or yellow to be added? How many liters? ബ്ലൂവും യെല്ലോ പെയിൻറ്റും തമ്മിലുള്ള റേഷ്യോ എന്താണ്? 2:3 ആണല്ലേ. അതായത് ബ്ലൂ ബൈ യെല്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? 2/3 ആണ് അല്ലേ. അപ്പോൾ ഇതൊന്നും ബ്ലൂ യെല്ലോയുടെ എത്ര പാർട്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ബൈ യെല്ലോവിനെ =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു യെല്ലോ ആകും. സോ ബ്ലൂ = 2/3 × യെല്ലോ. പക്ഷെ 2/3 എന്ന് വെച്ചാൽ എത്രയാണ്? 0.66 അങ്ങനെ പോകും അല്ലേ. അതായത് 0.67 എന്നെടുക്കാം. ഓക്കെ, അപ്പോൾ ബ്ലൂ പെയിൻറ്റിൻ്റെ എമൗണ്ട് 0.67 × യെല്ലോ ആണ്. യെല്ലോ പെയിൻറ്റിൻ്റെ 0.67 ടൈംസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഏതോ ഒന്ന് ആഡ് ചെയ്യണം. ഏതാണ് ആഡ് ചെയ്യുന്നത് അറിയില്ല. ഓക്കെ, ആഫ്റ്റർ. അപ്പോൾ ബ്ലൂ യെല്ലോ തമ്മിലുള്ള റേഷ്യോ എന്താണ്? 3:4 ആണ്. ഇവിടെ ബ്ലൂ പെയിൻറ്റിൻ്റെയും യെല്ലോ പെയിൻറ്റിൻ്റെയും റേഷ്യോ 3:4 അല്ലേ. അപ്പോൾ ബ്ലൂ ബൈ യെല്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? 3/4 ആണ്. അപ്പോൾ ഇതിൽ ബ്ലൂ പെയിൻറ്റ് യെല്ലോ പെയിൻറ്റിൻ്റെ എത്ര ടൈംസ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ബൈ യെല്ലോവിനെ =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു യെല്ലോ ആകും. സോ ബ്ലൂ = 3/4 × യെല്ലോ. 3/4 എന്ന് വെച്ചാൽ എത്രയാണ്? 3/4 അല്ലേ. 0.75 ആണ് അല്ലേ. സോ ബ്ലൂ പെയിൻറ്റിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? 0.75 × യെല്ലോ ആണ് അല്ലേ. ആദ്യം എന്തായിരുന്നു? ബ്ലൂവിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 0.67 × യെല്ലോ ആയിരുന്നു. പിന്നെ അത് ബ്ലൂ എന്തായി? 0.75 × യെല്ലോ ആയി അല്ലേ. അപ്പോൾ 0.67 നിന്നും 0.6 ആണോ 0.7 ആണോ വലുത്? 0.7 ആണ് അല്ലേ. അപ്പോൾ ബ്ലൂവിൻ്റെ എമൗണ്ട് കൂടി അല്ലേ. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്താണ്? എമൗണ്ട് ഓഫ് ബ്ലൂ പെയിൻറ്റ് ഈസ് ആഡഡ്. ബ്ലൂ പെയിൻ്റ് ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് എത്രയാണെന്ന് അറിയില്ല. അത് നമുക്ക് എം ലിറ്റർ ആഡ് ചെയ്തോന്ന് അസ്യൂം ചെയ്യാം. അപ്പം എന്താ? ലെറ്റ് അസ്യൂം m ലിറ്റർ ഓഫ് ബ്ലൂ പെയിൻറ്റ് ഈസ് ആഡഡ്. m ലിറ്റർ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം എന്തായിരുന്നു? ആദ്യം ബ്ലൂവും യെല്ലോയും തമ്മിലുള്ള റേഷ്യോ 2:3 ആയിരുന്നല്ലോ. എമൗണ്ട് ഓഫ് ബ്ലൂ 2x യെല്ലോയുടെ എമൗണ്ട് 3x എടുക്കാം അല്ലേ. കാരണം എന്താ? 2:3 റേഷ്യോയിലാണ്. പക്ഷെ ടോട്ടൽ എത്രയാണ്? 60 ലിറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് ആദ്യം അല്ലേ. അപ്പോൾ സോ 2x + 3x = 60 അല്ലേ. 2x + 3x 5x ആണ്. സോ 5x = 60. ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 5നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഇൻറ്റു 5നെ =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /5 ആകും. സോ x = 60/5. അതെത്രയാണ്? 60/5 12 ആണല്ലേ. സോ 12 ആണ് എക്സിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ എമൗണ്ട് ഓഫ് ബ്ലൂ പെയിൻറ്റ് എന്താണ്? 2 × 12 അതെത്രയാണ്? 24 ലിറ്റർ ആണ്. അതേപോലെ എമൗണ്ട് ഓഫ് യെല്ലോ എന്താണ്?
3x ആണ്, അതായത് 3 × 12 അത് എത്രയാണ്? 36 ലിറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യം ഉണ്ടായിരുന്ന എമൗണ്ട്. ഇനി നമുക്ക് ആഫ്റ്റർ എന്ത് പറ്റി? ബ്ലൂവും യെല്ലോവും തമ്മിലുള്ള റേഷ്യോ എന്താണ്? 3:4 ആണ് അല്ലേ? അതായത് ബ്ലൂ ബൈ യെല്ലോ ഈസ് ഈക്വൽ ടു 3/4. ഓക്കെ, പക്ഷേ എമൗണ്ട് ഓഫ് ബ്ലൂ എന്താണ്? നമ്മൾ ആഡ് ചെയ്തു. എത്ര ആഡ് ചെയ്തു? പിന്നെ ലിറ്റർ ആഡ് ചെയ്തു അല്ലേ? അപ്പോൾ ആദ്യം ബ്ലൂയുടെ എമൗണ്ട് എത്രയായിരുന്നു? ആദ്യം 24 ആയിരുന്നു, അതിൽ ആഡ് ചെയ്തു. അപ്പോൾ എന്ത് വരും? 24 + ആണ് ബ്ലൂവിൻ്റെ എമൗണ്ട്. ഓക്കെ, 24 + ബൈ യെല്ലോയുടെ എമൗണ്ട് ചേഞ്ച് ഒന്നും ചെയ്തിട്ടില്ല. അത് എന്താണ്? ആദ്യം ഉണ്ടായിരുന്നത് 36 അല്ലേ? അത് തന്നെ ബൈ 36 ഈസ് ഈക്വൽ ടു എന്ത് വരും? 3/4. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് 24 + കാണാം. അതിന് വേണ്ടിയിട്ട് ഈ ബൈ 36നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു 36 ആകും. സോ 24 + ഈസ് ഈക്വൽ ടു 3/4 ഇൻറ്റു 36. ദാറ്റ് ഈസ് 36/4 9 ആണ്. 9 × 3 27. ഓക്കെ, അപ്പോൾ 24 + എന്ത് കിട്ടി? 27 എന്ന് കിട്ടി. ഇതിൽ നിന്ന് എമ്മിൻ്റെ വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് 24നെ ഇവിടെ ആഡ് ചെയ്തേക്കുമല്ലേ? അപ്പോൾ +24നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -24 ആകും. സോ എം ഈസ് ഈക്വൽ ടു 27 - 24. അത് എത്രയാണ്? 3 ആണ് അല്ലേ? അപ്പോൾ 3 ലിറ്റർ ആണ് എന്ത് ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ 3 ലിറ്റർ ഓഫ് ബ്ലൂ പെയിൻറ് ഈസ് ആഡഡ്. In the figure, QS is equal to 5 cm, SR is equal to 15 cm. What is QS is to SR? QS by SR എത്രയാണ്? QS 5 cm അല്ലേ? ബൈ SR 15 ആണ് അല്ലേ? 5നെ നമുക്ക് 5 × 1 എന്ന് എഴുതാം. 15നെ നമുക്ക് 5 × 3 എന്ന് എഴുതാം അല്ലേ? കാരണം 5 × 3 എന്ന് വെച്ചാൽ 15 ആണ്. അപ്പോൾ ന്യൂമറേറ്ററുള്ള ഒരു 5 ഡിനോമിനേറ്ററിൽ 5 കൂടി ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ള എന്താ? 1/3 ആണ് അല്ലേ? അപ്പോൾ QS by SR 1/3 ആണെങ്കിൽ QS ഈസ് ടു SR എന്ന് പറയുന്നത് എന്താണ്? 1:3 ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ PQS ആൻഡ് ട്രയാങ്കിൾ PSR? ട്രയാങ്കിൾ PQSൻ്റെയും ട്രയാങ്കിൾ PSRൻ്റെയും റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് QS ഈസ് ടു SR തന്നെയാണ് അല്ലേ? കാരണം P എന്ന വെർട്ടെക്സിൽ നിന്നും QR എന്ന സൈഡിലേക്ക് വരച്ച ലൈനാണ് PS അല്ലേ? അപ്പോൾ PS എന്ന ലൈന് ഈ QR എന്ന സൈഡിനെ ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുക? ഈ സൈഡിൻ്റെ അതേ റേഷ്യോയിൽ, QS ഈസ് ടു SR എന്ന റേഷ്യോയിൽ തന്നെയാണ് ഡിവൈഡ് ചെയ്യുക അല്ലേ? അപ്പോൾ ആ റേഷ്യോ എന്താണ്? 1:3 തന്നെയാണ്. ഓക്കെ, കാരണം എന്താണ്? ലൈൻ ഫ്രം എ വെർട്ടെക്സ് ടു ദ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ദ ഏരിയ ആൻഡ് ലൈൻ ഇൻ ദ സെയിം റേഷ്യോ. Okay, the third question. The area of triangle PQS is 10 square centimeter. What is the area of triangle PQR? അതായത് ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ കണ്ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ PQS ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ PSR എന്താണ്? 1:3 ആണ് അല്ലേ? അല്ലേ? അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ PQS എക്സും ഏരിയ ഓഫ് ട്രയാങ്കിൾ PSR 3x എന്ന് എടുക്കാം. കാരണം എന്താ? ഇത് രണ്ടും എന്ത് റേഷ്യോയിലാണ്? 1:3 റേഷ്യോയിലാണ്. പക്ഷേ ഏരിയ ഓഫ് ട്രയാങ്കിൾ PQS 10 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ PQS എക്സ് അല്ലേ? അത് എന്താണ്? 10 cm² ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താ? 10 ആണ് അല്ലേ? അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ PSR എന്തായിരിക്കും? 3 × x, അതായത് 3 × 10, അതായത് 30 cm² ആയിരിക്കും അല്ലേ? പക്ഷേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR ആണ്. ഈ വലിയ ട്രയാങ്കിളാണ്. ഈ വലിയ ട്രയാങ്കിളിലെ ട്രയാങ്കിൾസ് ആണല്ലോ ഇത് രണ്ടും അല്ലേ? ഈ ട്രയാങ്കിൾ PQSും ട്രയാങ്കിൾ PSRും കൂടിയിട്ടാണ് വലിയ ട്രയാങ്കിൾ PQR ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR എന്ന് പറയുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ PQS പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ PQS ആണല്ലേ? അതായത് 10ഉം 30ഉം, അതായത് 40 cm² ആണ് ആൻസർ. ഓക്കെ.
A regular polygon has 10 sides. Then what is sum of its outer angle? നമുക്കറിയാം ഏതൊരു പോളിഗണിൻ്റെയും സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്താണ് 360 ഡിഗ്രി ആണ്. ഇനി ബി ഫൈൻഡ് ദി ഔട്ടർ ആംഗിൾ ആൻഡ് ഇന്നർ ആംഗിൾ അറ്റ് വൺ വെർട്ടെക്സ്. ഒരു ഔട്ടർ ആംഗിൾ കാണാൻ ഇക്വേഷൻ എന്താണ് 360 ഡിഗ്രി ബൈ എൻ ആണ് അല്ലേ. അപ്പോൾ എൻ എന്താ നമ്പർ ഓഫ് സൈഡ്സ് ആണ്, ഇവിടെ അത് 10 ആണ് അല്ലേ. സോ ദിസ് ഈസ് 360 ഡിഗ്രി ബൈ 10. അത് എത്രയാണ് 36 ഡിഗ്രി ആണ്. ഓക്കെ, ആ ഒരു ഔട്ടർ ആംഗിൾ 36 ഡിഗ്രി ആണ്. അപ്പോൾ ഇന്നർ ആംഗിൾ എന്താ, നമുക്കറിയാം ഒരു വെർട്ടെക്സിലെ ഇന്നർ ആംഗിളിൻ്റെയും ഔട്ടർ ആംഗിളിൻ്റെയും സമം 180 ഡിഗ്രി ആണ് അല്ലേ. ഇതിൽ ഔട്ടർ ആംഗിൾ 36 ഡിഗ്രി ആണെന്ന് അറിയാം. സോ ഇന്നർ ആംഗിൾ പ്ലസ് 36 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിൽ നിന്ന് ഇന്നർ ആംഗിൾ കാണാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ 36 ഡിഗ്രി ഇവിടെ ആഡ് ചെയ്തേക്കുമല്ലേ. അപ്പോൾ പ്ലസ് 36 ഡിഗ്രി ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 36 ഡിഗ്രി ആകും. സോ ഇന്നർ ആംഗിൾ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 36 ഡിഗ്രി. അതെത്രയാണ് 144 ആണ് അല്ലേ. അപ്പോൾ 144 ഡിഗ്രിയാണ് ഇന്നർ ആംഗിൾ. ഔട്ടർ ആംഗിൾ എത്രയാണ് 36 ഡിഗ്രി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, നെയിം ദ പോളിഗൺ ഇൻ വിച്ച് ഇന്നർ ആംഗിൾ ആൻഡ് ഔട്ടർ ആംഗിൾ ആർ ഈക്വൽ. അതേതാണ്, സ്ക്വയറോ അല്ലെങ്കിൽ റെക്റ്റാങ്കിളോ ആണ് അല്ലേ. കാരണം സ്ക്വയറിൻ്റെയും റെക്റ്റാങ്കിളിൻ്റെയും ഇന്നർ ആംഗിൾ 90 ഡിഗ്രിയാണ്, ഔട്ടർ ആംഗിളും എന്താണ് 90 ഡിഗ്രിയാണ്. ഓക്കെ,